തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വാർഡ് 7 അടക്കാത്തെരുവിൽ UDF-ന് വിമത സ്ഥാനാർത്ഥി. കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായി പുതിയപുരയിൽ സുരേഷ് ബാബു പത്രിക സമർപ്പിച്ചു. കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റാണ് സുരേഷ് ബാബു. 30 വർഷത്തിലധികമായി കോൺഗ്രസ് പ്രവർത്തകനാണ് ഇയാൾ. കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തിൽ പ്രതിഷേധിച്ചാണ് മത്സരിക്കുന്നതെന്ന് സുരേഷ് ബാബു പറഞ്ഞു. UDF RMA മുന്നണിയിൽ 3 പേരാണ് നിലവിൽ വിമതരായി മത്സരിക്കുന്നത്. വടകര അടക്കാത്തെരു വാർഡിലെ 7ാം വാർഡിൽ സ്വതന്ത്രനായാണ് ഞാൻ മത്സരിക്കുന്നത്. ഇവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി ശ്രീമാൻ സുനിൽകുമാറാണ് മത്സരിക്കുന്നത്. അവരുടെ ജ്യേഷ്ഠനും അനുജനും മത്സരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ കുടുംബാധിപത്യത്തിനെതിരെയാണ് എൻ്റെ ഈ നോമിനേഷൻ. കുടുംബം മാത്രമാണ് അവിടെ മത്സരിക്കുന്നത്. പ്രവർത്തകന്മാർക്കൊന്നും വിട്ടുകൊടുക്കാതെ അവർക്ക് മാത്രം, സജീവ പ്രവർത്തകർ ആ വാർഡിലിരിക്കെ അവർക്ക് മാത്രം മത്സരിക്കാനുള്ള ഒരു അവകാശമായി മാറ്റിയിരിക്കുകയാണ് അവർ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അവർക്കെതിരായി നോമിനേഷൻ സമർപ്പിക്കാൻ തീരുമാനിച്ചത്. ഞാൻ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിട്ട് 10-25 വർഷമായി. ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശ്രീമാൻ മുരളീധരൻ, ശ്രീമാൻ ഷാഫി പറമ്പിൽ, KK രമ, കൂടാതെ എൻ്റെ വാർഡിലെ 6ഓളം കൗൺസിലർമാർ എന്ന് വെച്ചാൽ ഒരു 30 വർഷം, അത്ര വർഷത്തോളമായി ഞാൻ ഈ കോൺഗ്രസിനെ തെരുവിലുള്ള വാർഡ് പ്രസിഡൻ്റായും ബൂത്ത് പ്രസിഡൻ്റായും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും എല്ലാ വിഭാഗങ്ങളെയും അവർ അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്ഥാനാർത്ഥിത്വം എനിക്ക് നിഷേധിച്ചത്. നിലവിൽ ഞാനിപ്പം അവിടുത്തെ ബൂത്ത് പ്രസിഡൻ്റാണ്. വാർഡ് പ്രസിഡൻ്റ് സ്ഥാനം ഒഴിയാൻ പറഞ്ഞു, ഞാൻ ബൂത്ത് പ്രസിഡൻ്റാക്കി. ബൂത്ത് പ്രസിഡൻ്റ് ആയപ്പോഴാണ് ഈ ഷാഫി പറമ്പിൽ, KK രമ MLA-യുടെയൊക്കെ നേതൃത്വത്തിനും അവരുടെ നേതൃത്വത്തിനും ഞാൻ ആ വാർഡിൽ വെച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ പല ആളും എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചതാണ്. പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചാലും കൊടുക്കാൻ ഞാനാണ് തീരുമാനിച്ചത്. അവരുടെ ഒരാൾ റിട്ടയറായി വരിക, അത് കഴിഞ്ഞ് അവിടെ പിന്നീട് സ്ത്രീയുടെ വാർഡായിരുന്നു, പിന്നീട് ഒരാൾ റിട്ടയറായി വരിക, അതും ഒരേ കുടുംബത്തിൽ തന്നെ. അത് നമുക്ക് തീരെ അംഗീകരിക്കാൻ സാധ്യമല്ല. Bobby Chamanur International Jewelers.